ബാംഗ്ലൂരുള്ളവരാണോ? നമുക്കൊന്ന് പ്രാണി വരെ പോയിട്ട് വന്നാലോ? അപ്പോൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രാണിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കുറേ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽസിനെ കാണാൻ സാധിക്കും. നമുക്കതിനെയൊക്കെ ടച്ച് ചെയ്യാനായിട്ട് അവർ തരും. പിന്നെ നമ്മളെക്കാളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് പിള്ളേർക്കായിരിക്കും. പിള്ളേർക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്ലി ആനിമൽസിനെ കാണുമ്പോൾ ടച്ച് ചെയ്യാനായിട്ടൊക്കെ ഇവർ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഫണ്ണായിരിക്കും അവർക്ക്. അതേപോലെ തന്നെ ഇവിടെ പാർക്കിങ്ങിനുള്ള നല്ല ഏരിയ ഉണ്ട്. പിന്നെ പ്രാണിയിൽ കാണുന്ന ആനിമൽസിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസ് 400 ആണ് പെർ പേഴ്സൺ വരുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങിയാണ് പ്രാണിയിലെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ ഓരോന്നായി കാണാൻ തുടങ്ങി. ആദ്യം ഇഗ്വാനിനെയാണ് കണ്ടത്. ഞാനിതിനെ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഫുഡുകളൊക്കെ നമ്മളവരെ പരിചയപ്പെടുത്തി തരികയുണ്ടായി. സ്പിനാച്ച് വിത്ത് ക്യാരറ്റൊക്കെയാണ് ഇത് തിന്നുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഹെർബിവേഴ്സാണ്. അപ്പോൾ അവർ തിന്നുന്ന ഫുഡുകൾ കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഇഗ്വാനയുടെ ചെറുതും വലുതൊക്കെ ആയിട്ടൊക്കെ കുറേ ഉണ്ടായി ഇവിടെ. പിന്നെ നമ്മൾക്ക് അവർ സെഷൻസ് തരും. ഓരോ സെഷൻസിൽ അവർ ഓരോ ആനിമൽസിന്, ഓരോ ചെറിയ ചെറിയ ആനിമൽസിനെ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് റാറ്റിൻ്റെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട റാറ്റുകളെ ആദ്യം പരിചയപ്പെടുത്തി. ഈ ഒരു സെഷൻ വഴി അവരുദ്ദേശിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ കുറേ ആനിമൽസിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരികയുണ്ടായി. പിന്നെ ഈ റാറ്റിൽ തന്നെ ഇത്തരം വിഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് പിള്ളേർക്കാണെങ്കിലും അവർക്ക് കൂടുതൽ സ്റ്റഡി പരമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ പ്രാണിയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കിഡ്സിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ. പ്രത്യേകിച്ച് ഇത്ര ആനിമൽസ് ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത് അവിടെ പോയപ്പോഴാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു റാബിറ്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പേരവർ പറഞ്ഞു, പക്ഷേ എനിക്കത് ക്ലിയർ ആയില്ല. അങ്ങനെ ഈ ഒരു സെഷൻ അവസാനിച്ചപ്പോൾ ലാസ്റ്റ് ഇഗ്വാനനെയാണ് അവർ കൊണ്ടുവന്നത്. ഇഗ്വാനനെ ടച്ച് ചെയ്യാനൊക്കെ അവർ പറഞ്ഞെങ്കിലും എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്തില്ല. ഞങ്ങൾ ആരും ടച്ച് ചെയ്തില്ല. പിന്നെ കുറേ പേരൊക്കെ അതിനെ പരിചയപ്പെടാനൊക്കെ പോയി. പിന്നെ കാണിച്ചത് പൈത്തനാണ്. പിന്നെ നമ്മുടെ ഹോഴ്സ് ഉണ്ടായി. ഹോഴ്സിൽ തന്നെ നമ്മുടെ പോണി ഉണ്ടായി. അപ്പോൾ അവർ ഈ ഒരു സെഷനിൽ ഈ ഹോഴ്സൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ റെസ്ക്യൂ ചെയ്ത ഹോഴ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ നമുക്കിവിടെ വിവരിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ എന്താ പറയുക, ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആനിമലിൻ്റെ ഫേസ് എനിക്ക് കൂടുതൽ ക്യൂട്ടായിട്ട് തോന്നി. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ആനിമലിനെ. പിന്നെ നമ്മുടെ ഹോഴ്സിനെയൊക്കെ ടച്ച് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. അതേപോലെ തന്നെ അതിന് തീറ്റ കൊടുക്കാനും അവർ നമുക്ക് വൈക്കോലൊക്കെ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഒരു ഗോട്ടിൻ്റെ സെക്ഷൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഗോട്ടിനെ ടച്ച് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ കൊമ്പിലും അതേപോലെ തലയിലും പിടിക്കരുത്, ബോഡിയിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകും. പിന്നെ ഇതിൻ്റെയൊക്കെ കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് പാവം പച്ച ഓന്തുകളുണ്ടായി അവിടെ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിലേക്ക് പോണത് ഏവിയറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെഷനിലേക്ക് കയറുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മേത്തു എവിടെയൊക്കെയാണ് ഈ കിളികൾ വന്നിരിക്കണമെന്നൊരു പിടുത്തം ഉണ്ടാവില്ല. അത്രമാത്രം ഫ്രണ്ട്ലി കിളികളായിരുന്നു. അത്ര ഫണ്ണായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഈ കിളികളെ കാണാനും നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പൈത്തനെ കൊണ്ടുവന്ന് അവർ ഈ മണ്ണിൽ കിടത്തിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ആ സെഷൻ അധികം ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് പോന്നു. പിന്നെ ഇവിടെ ഒരു കൗ ഉണ്ടായി. അതിൻ്റെ കണ്ണൊക്കെ മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയില്ല. പിന്നെ ഇവിടെ കുറേ കഴുതക്കുട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആട്ടോ. അവർ നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ അവർ അത് കഴിക്കുന്നുണ്ടായി. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു പശുവിൻ്റെ ഒരു ചെറിയ ഇനത്തിൽപ്പെട്ട ഒരു അധികം പൊക്കം വെക്കാത്ത ഇനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടോർട്ടോയ്സ് ഉണ്ടായി. നല്ല വലിപ്പമുള്ള ടോർട്ടോയ്സാണ്. അത് എങ്ങനെയെങ്കിലും ആ ഒരു അതിൻ്റെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ ഉണ്ടായി കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ ഡക്കുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളുണ്ടായിരുന്നു. അതും നല്ല വലിപ്പം ഉണ്ടായിരുന്നു കാണാനൊക്കെ. ഈ ഡക്സ് ചൈനീസ് ഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഗിനി പിക്സ് ഉണ്ടായിരുന്നു. അത് കൂട്ടത്തോടെയൊക്കെ വിശ്രമിക്കണമായിരുന്നു ഇവിടെ. അതിനെയും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു അക്വേറിയം സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ നല്ല ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ള ഫിഷസ് ആയിരുന്നു അത്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ പ്രാണിയിലെ വിശേഷങ്ങളൊക്കെ തീരാറായി. നമ്മുടെ ആനിമൽസിനെയൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് മടങ്ങുകയായി. അപ്പോൾ
അപ്പോൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ പ്രാണിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇവിടെ ഞങ്ങൾ പോകുന്നത് നോക്കാൻ വന്നേക്കുന്ന ആരാന്ന് നോക്കിക്കേ, നമ്മുടെ പശുക്കുട്ടൻ. അപ്പം ഞാൻ അതിന് ടാറ്റയും കൊടുത്ത് അത് ഞങ്ങളെ യാത്ര അയച്ച് പോവുകയായി. അപ്പോൾ പ്രാണിയിലെ വിശേഷങ്ങൾ തീർന്നു.